അതേസമയത്ത് LDF കൗൺസിലർമാർ നേരത്തെ പുറത്തുണ്ടായിരുന്നു. അവരുടെ പരിക്കേറ്റ ആളുകളെയൊക്കെ തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ദു, ഈ BJP കൗൺസിലർമാർ ഇപ്പോൾ എവിടെ? BJP കൗൺസിലർമാർ എല്ലാവരും തന്നെ പുറത്തേക്ക് പോയിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇവർ മറ്റ് പാർട്ടികൾ പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം കറക്റ്റ് 5 മിനിറ്റ് നേരത്തിനുള്ളിൽ തന്നെ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് VV രാജേഷ് മേയർ പുറത്തേക്ക് പോകുന്നു. ആ കൂട്ടത്തിൽ തന്നെ അതിനെ കൈയടിച്ച് പാസ്സാക്കി. ഇന്ന് വന്ന എല്ലാ അജണ്ടകളും താൻ പാസ്സാക്കുന്നുവെന്നും കൂട്ടത്തിൽ തന്നെ VV രാജേഷ് പറഞ്ഞിരുന്നു. UDFന്റെ കൗൺസിലർമാർ ചോദിക്കുകയും ചെയ്തു, ഇത്രയും വലിയ കാര്യങ്ങൾ, അതായത് ഒരു കെട്ടുപോലെ അവർ ഇന്നത്തെ അജണ്ട എടുത്ത് നമ്മളെയൊക്കെ കാണിക്കുകയുണ്ടായി. അത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്, സംസാരിച്ച് തീരുമാനമെടുക്കേണ്ടിയിരുന്നത്, ചർച്ച ചെയ്യേണ്ടിയിരുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളെ ഇത്ര ലാഘവത്തോടെ 5 മിനിറ്റിൽ എല്ലാ അജണ്ടകളും താൻ പാസ്സാക്കുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് പോകാൻ സാധിക്കുക എന്ന് കൗൺസിലർമാർ ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല UDFന്റെ പക്ഷത്തു നിന്നും KS ശബരിനാഥൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കൗൺസിൽ യോഗം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെയാണ് മേയർ VV രാജേഷ് പുറത്തേക്ക് പോയത്. അതുമാത്രമല്ല, പിന്നീട് ഇത്രയും അധികം സംഭവവികാസങ്ങൾ നടക്കുമ്പോഴത്തേക്കും മേയർ ഇവിടെ ഉണ്ടായിരുന്നില്ല. 5 മിനിറ്റിന് ശേഷം മേയറെ പിന്നെ ആരും കണ്ടില്ല. മേയറുടെ ചേംബറിലേക്ക് പോയിരുന്നു. പിന്നീട് ഇവിടെ നടന്നതാണ് നമ്മൾ പറഞ്ഞത്. കോൺഗ്രസും BJP കൗൺസിലർമാർ തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടാവുന്നു. ആ കയ്യാങ്കളി ഒതുങ്ങിയ പക്ഷം പെട്ടെന്ന് തന്നെ BJP കൗൺസിലർമാർ എല്ലാവരും തന്നെ പുറത്തേക്ക് പോയി. അവരാരും തന്നെ ഇവിടെ ബാക്കിയില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് UDFന്റെ കുറച്ച് കൗൺസിലർമാരും അതുപോലെ തന്നെ LDFന്റെ ചില വഞ്ചൂർ ബാബു അടക്കമുള്ള ചില കൗൺസിലർമാരും മാത്രമാണ്. കൗൺസിൽ യോഗം ചേരുമെന്നുള്ള കാര്യം നേരത്തെ LDF കൗൺസിലർ പറയുന്നുണ്ടായിരുന്നു. 49 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചേരാൻ സാധിക്കുമെന്നുള്ളത്. ആ ഒരു നീക്കത്തിലേക്കാണോ ഇപ്പോൾ അവർ കടക്കുന്നത്? അതിനുള്ള സാധ്യത അതെന്താണ് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു സാങ്കേതിക വശം എന്ന് പറയുന്നത്? ഒപ്പം തന്നെ ഈ മിനിറ്റ്സ് ബുക്ക്, രജിസ്റ്റർ ബുക്ക് ആകെ കീറിക്കളഞ്ഞു എന്നുള്ളതാണ്. അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടോ? പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസും അത് തന്നെയാണ് വാദിക്കുന്നത്. ഇവരുടെ കയ്യിലിരുന്ന ബുക്ക് ഓടി വന്ന് പിടിച്ചു വാങ്ങി വലിച്ചു കീറി എറിയുകയായിരുന്നു. മാത്രമല്ല, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശമെന്നുമാണ് കോൺഗ്രസിന്റെ വാദം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മാസം സുഗതൻ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. അതിന്റെ മുൻപത്തെ മാസം, അതായത് മെയ് മാസത്തിലെ കൗൺസിൽ മീറ്റിംഗിൽ രജിസ്റ്ററിൽ സുഗതൻ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പം LDF ഇന്നലെ വരെ വാദിച്ചുകൊണ്ടിരുന്നത് ആ കൗൺസിൽ മീറ്റിംഗിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തേതും കൂടി പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ ഇതിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു. പക്ഷേ മറ്റ് തരത്തിലുള്ള തെളിവുകളെല്ലാം, ഡിജിറ്റൽ അതുപോലെ തന്നെ ഫിസിക്കൽ തെളിവുകളെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൗൺസിൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് എത്തരത്തിലോ സുഗതൻ എത്തി. അന്നും കാപ്പ കേസ് സുഗതന് മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അന്നുമുണ്ട്. ആ പ്രശ്നമെല്ലാം നിലനിൽക്കെ തന്നെ കൗൺസിലെത്തി അയാൾ ഒപ്പുവെച്ചിരുന്നു. അത് ഏത് തരത്തിൽ എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണെന്ന് UDFും കോൺഗ്രസും പറഞ്ഞിരുന്നു. അത് ഇവർ ആസൂത്രിതമായി എങ്ങനെയോ ഉള്ളിലേക്ക് സുരക്ഷിതമായി സുഗതനെ സംരക്ഷിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസും ഒപ്പം തന്നെ LDF ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ TS ഹരികൃഷ്ണ തുടരുന്നുണ്ട്. ഹരിക്കൊപ്പം ആരോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരി, അക്ഷയ, മുൻ മേയർ K ശ്രീകുമാർ ഉണ്ട് നമുക്കൊപ്പം. കൗൺസിൽ യോഗം 2:30 തന്നെ തുടങ്ങിയ സുഗതനിലാണ് നിങ്ങൾ തുടങ്ങിയത്? അല്ല, ഞങ്ങൾ സ്വാഭാവികമായി സുഗതൻ വിഷയം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം. ഞങ്ങൾ അവിശ്വാസം എന്നൊന്നും ഒരു കാര്യമില്ലല്ലോ. ഇത് വിഷയങ്ങളിൽ നിന്ന് വഴിതെറ്റി പോകുന്നവരല്ല ഞങ്ങൾ. സുഗതൻ എന്ന് പറയുന്ന ഗുണ്ട നേതാവ്, കാപ്പ കേസിലെ പ്രതിയെ പുറത്താക്കുന്നത് വരെയുള്ള അതിശക്തമായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. റിലേ സമരം അതാണ്. ഇന്നും ഞങ്ങൾ അറ്റൻഡൻസ് പരിശോധിച്ചു. 2 കണ്ടിന്യൂസ് ആയി ഇന്നും കൂടെ ചേർത്ത് 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഈ സുഗതന് കഴിഞ്ഞിട്ടില്ല. ഓട്ടോമാറ്റിക്കായി തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിൽ അംഗത്വം ഇല്ലാതാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും കൂടെ പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹം കൗൺസിലർ അല്ലാതാവുക ഉറപ്പല്ലേ? കഴിഞ്ഞ 47 ദിവസമായി ഈ മേയർ നഗരസഭാ കൗൺസിൽ യോഗം വിളിക്കാത്തത്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് ചേർന്നത്. എങ്ങനെയെങ്കിലും സുഗതന് ജാമ്യം കിട്ടി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തത്. എന്നിട്ടും കഴിഞ്ഞോ? രജിസ്റ്ററിന്റെ പേരിലുള്ള തർക്കം. രജിസ്റ്ററിന്റെ ഒരു തർക്കമില്ല. കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. അത് UDFന്റെ കൗൺസിലർമാരെ അടുത്ത് കാണിച്ചപ്പോൾ വലിച്ചു കീറി അവർ അടികൊടുക്കുകയാണ് ചെയ്തത്. ഈ ഗുണ്ടകൾ, ബാക്കി കൗൺസിലർമാർ, BJPയുടെ കൗൺസിലർമാർ സുഗതന്റെ അതേ രൂപത്തിലുള്ള ആളുകളായി മാറുകയാണ്. മേയറും ആ രൂപത്തിലുള്ള ആളല്ലേ? ആ രൂപത്തിലല്ലേ മാറിയത്? 25-ാം തീയതി നടന്ന LDFന്റെ കൗൺസിലർമാർ സമാധാനപരമായ സമരം കൗൺസിൽ മേയറുടെ ആഫീസിന്റെ നടയിൽ നടന്ന ആ സമരത്തിന് നേരെ അവരുടെ ആക്രമണം ഏത് രൂപത്തിലായിരുന്നു? മേയറുടെ നേതൃത്വത്തിൽ 10-20ഓളം വരുന്ന കൗൺസിലർമാർ
ചാടി വിഴുന്ന് ഞങ്ങളുടെ നേരെ ആക്രമിക്കുകയല്ലേ ചെയ്തത്. ഈ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹത്തിന് പരിക്കേറ്റു, അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണല്ലോ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. അതെല്ലാം തന്നെ അതിന് ഏത് കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ പറയുന്നത്. അവരെ ആക്രമിക്കുക, അത് RSSന്റെ അജണ്ടയാണ്. അവരാക്രമിക്കുക, എന്നിട്ട് ഈ ആക്രമണത്തിൻ്റെ ആളുകളായി മറ്റുള്ളവരെ ചിത്രീകരിക്കുക. 25 നടന്ന അതാണല്ലോ. നഗരസഭയിലെ LDFന്റെ കൗൺസിലർമാർ നടത്തിയ സമരത്തിന് നേരെ മേയറുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രത്യക്ഷപ്പെട്ടല്ലോ. അവർ വന്ന് ഈ ആക്രമണം നടത്തിയിട്ട് അവസാനം അവർ ആക്രമകാരികളായി ആരെ ചിത്രീകരിച്ചു? ചിത്രീകരിച്ചത് LDFകാരെയാണ്. അവരുടെ പേരിൽ കേസ് കൊടുക്കുകയാണ്. ഞാനടക്കമുള്ള ആളുകൾ പ്രതികളാണ്. അപ്പോൾ ആ രൂപത്തിൽ എന്തും ചെയ്യുക, എന്ത് ഗുണ്ട സമീപനവും സ്വീകരിക്കുക. ഒരുപാട് അജണ്ടകൾ ഉണ്ടായിരുന്നു, അതെല്ലാം 5 മിനിറ്റ് കൊണ്ട്. അജണ്ടകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം അജണ്ട എന്ന് പറയുന്നത് 2.5 മണിക്ക് യോഗം, 6 മണി വരെയാണ്, കേവലം 3.5 മണിക്കൂറാണ്. ഇത്രയും വലിയ അജണ്ടകൾ, ഈ അജണ്ടകൾ എല്ലാം 3.5 മണിക്കൂർ കൊണ്ട് പാസ്സാക്കാൻ കഴിയുന്നതാണ്. വരേണ്ടതുണ്ട്. അവിടെ ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.